പ്രിയരെ, ശ്രദ്ധിക്കുക. ഒരു സ്റ്റേഡിയം പോലും നിറയ്ക്കാതെ ഒരൊറ്റ മനുഷ്യന് എങ്ങനെയാണ് രാഷ്ട്രങ്ങളെ വിറപ്പിക്കാൻ കഴിയുക? ഒരാത്മാവിന്റെ പ്രാർത്ഥന ഇടിമുഴക്കം പോലെ ആകാൻ ആ ആത്മാവ് എത്രമാത്രം സഹിക്കണം? സമയം പുലർച്ചെ 3:47. ലോകം മുഴുവൻ ഉറക്കത്തിലാണ്. എന്നാൽ ഒരാൾ മാത്രം ഉണർന്നിരിക്കുന്നു. തടിപ്പലകയിൽ മുട്ടുകൾ അമർത്തി, മുഖം കൈകളിൽ താങ്ങി, മെഴുകുതിരിയുടെ മങ്ങിയ വെളിച്ചത്തിൽ. അവിടെ ക്യാമറകളില്ല, കാണികളില്ല. ദൈവത്തെ വിടാതെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരാത്മാവിന്റെ തേങ്ങൽ മാത്രം. രാവിലെ 9 മണിക്കും ഉച്ചകഴിഞ്ഞ് 3 മണിക്കും അർദ്ധരാത്രി കഴിഞ്ഞും അദ്ദേഹം ഇതുതന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ ജീവിതം വർഷങ്ങൾ കൊണ്ടല്ല, പ്രാർത്ഥിച്ച മണിക്കൂറുകൾ കൊണ്ടാണ് അളക്കുന്നതെങ്കിൽ അത് ഇന്നത്തെ തലമുറയെ ലജ്ജിപ്പിക്കും. ഒരു പ്രസംഗം ജനക്കൂട്ടത്തെ ഇളക്കുന്നതിന് മുൻപേ വാക്കുകൾക്കതീതമായ ഒരു ഞരക്കം സ്വർഗത്തെ പിടിച്ചുകുലുക്കിയിരുന്നു. ഇതായിരുന്നു ലിയനാർഡ് റാവൻഹിൽ. പ്രസംഗപീഠം മുട്ടുകുത്തുന്ന തറയായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോം. പലർക്കും അദ്ദേഹത്തിന്റെ ഉദ്ധരണികൾ അഥവാ കോട്ട്സ് അറിയാം, എന്നാൽ ആരും അതിന്റെ വിലയറിയില്ല. അദ്ദേഹം അധികാരം പഠിച്ചത് ജനങ്ങൾക്കു മുൻപിലല്ല, ആരും കൈയടിക്കാനില്ലാത്ത ഇരുട്ടിലാണ്. എന്തുകൊണ്ട് ഉണർവ് വൈകുന്നു എന്ന പുസ്തകം അദ്ദേഹം എഴുതിയത് വെറുമൊരു പ്രചോദനത്തിൽ നിന്നല്ല, മറിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിന്നാണ്. അതിലെ ഓരോ താളും പ്രാർത്ഥനയിൽ പിറന്നതും കണ്ണുനീരിൽ കുതിർന്നതുമാണ്. പ്രാർത്ഥനയുടെ രഹസ്യം എന്നത് രഹസ്യത്തിലുള്ള പ്രാർത്ഥനയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് വെറുതെയല്ല. അദ്ദേഹത്തിന്റെ വീട് ചെറുതായിരുന്നു, എന്നാൽ അകത്തേക്ക് കയറിയാൽ പ്രാർത്ഥനയാൽ അന്തരീക്ഷം ഘനീഭവിച്ചതായി അനുഭവപ്പെടും. തുറന്നുവെച്ച ബൈബിളുള്ള ഒരു മേശ, തേഞ്ഞ ഒരു കസേര, പിന്നെ കാർപ്പറ്റിൽ മുട്ടുകൾ ഉരഞ്ഞുണ്ടായ 2 പാടുകൾ. ആ പാടുകളെ അദ്ദേഹം വിളിച്ചത് വിശുദ്ധ ഭൂമി എന്നാണ്. സന്ദർശകർ ആ ഭാഗത്ത് ചവിട്ടാൻ പോലും ഭയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മാർത്ത പറയുമായിരുന്നു, ഈ വീട് പോലും പ്രാർത്ഥന ശ്വസിക്കുന്നതുപോലെയാണ്. ചിലപ്പോൾ അദ്ദേഹം മെല്ലെ കരയുന്നത് കേൾക്കാം, മറ്റു ചിലപ്പോൾ ചുവരുകൾ വിറയ്ക്കുന്ന ഉച്ചത്തിലുള്ള നിലവിളി. എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ കണ്ണുനീരിനിടയിലൂടെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയും, ദൈവം അടുത്തുണ്ടടി. സൂര്യൻ ഉദിക്കുന്നതിനു മുൻപേ അദ്ദേഹം ദൈവത്തിനു മുൻപിൽ മുട്ടുകുത്തും. ചോദിക്കാനല്ല, കീഴടങ്ങാൻ. സമയം കടന്നുപോകും, ഭക്ഷണം കഴിക്കാൻ മറക്കും. ഞാൻ നിർത്തിയാൽ തീ അണഞ്ഞുപോകും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പ്രാർത്ഥനയെന്നത് ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കമല്ല, പ്രാർത്ഥന തന്നെയാണ് ശുശ്രൂഷ എന്നദ്ദേഹം വിശ്വസിച്ചു. ഒരു യുവപ്രസംഗകനോട് അദ്ദേഹം പറഞ്ഞു, നീ പ്രസംഗത്തെയല്ല ഒരുക്കേണ്ടത്, പ്രസംഗകനെയാണ്, നിന്നെത്തന്നെയാണ് ഒരുക്കേണ്ടത്. മനുഷ്യൻ തയ്യാറാകുമ്പോൾ പ്രസംഗം താനേ വരും. ദിവസങ്ങളോളം, ചിലപ്പോൾ ആഴ്ചകളോളം അദ്ദേഹം ഉപവസിച്ചു. പ്രശസ്തിക്കോ അറിയിപ്പിനോ വേണ്ടിയല്ല, നിശബ്ദതയ്ക്കു വേണ്ടി മാത്രം. ഉപവാസമെന്നത് ശരീരത്തെ ശിക്ഷിക്കലല്ല, ആത്മാവിനെ മിനുക്കിയെടുക്കലാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരിക്കൽ ക്ഷീണിച്ച് ഡെസ്കിൽ വീണുകിടന്ന അദ്ദേഹത്തോട് സുഹൃത്തുക്കൾ പറഞ്ഞു, ലിയനാർഡ്, നിങ്ങൾ ആഹാരം കഴിക്കണം. അദ്ദേഹം മെല്ലെ ചിരിച്ചു. ഇല്ല, ഭാരം ഇനിയും ഒഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അതിനെ പ്രസവവേദന അഥവാ ട്രവായിൽ എന്ന് വിളിച്ചു. യഥാർത്ഥ പ്രാർത്ഥന ഭംഗിയല്ല, അത് വേദന നിറഞ്ഞതാണ്. 1950കളിൽ മറ്റുള്ളവർ വലിയ മിനിസ്ട്രികൾ പടുത്തുയർത്തുമ്പോൾ ഇദ്ദേഹം യാഗപീഠങ്ങൾ പണികയായിരുന്നു. മറ്റുള്ളവർ സുഖസൗകര്യങ്ങൾ തേടിയപ്പോൾ ഇദ്ദേഹം സമർപ്പണം തേടി. ദൈവത്തെ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടിയ ഒരു മനുഷ്യന് പിന്നീടൊരിക്കലും പഴയതുപോലെയാകാൻ കഴിയില്ല എന്നദ്ദേഹം പറയുമായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. അദ്ദേഹം കഠിനനാണെന്ന് പറഞ്ഞു. അദ്ദേഹം മറുപടി പറഞ്ഞു, നമുക്ക് ക്രിസ്തുവിനായി തീരുമാനങ്ങളെടുത്ത ദക്ഷിണലക്ഷ്യങ്ങളുണ്ട്, പക്ഷേ ശിഷ്യന്മാരില്ല. നമുക്ക് അനുതാപമില്ലാത്ത ഉണർവും ഉലയില്ലാത്ത തീയും മതി. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അദ്ദേഹം തന്റെ 2ാം യാമത്തിലേക്ക് കടക്കും. തുറന്നുവെച്ച ബൈബിളുമായി വചനങ്ങൾ നിലവിളികളായി മാറുന്നതുവരെ അദ്ദേഹം നടക്കും. പേരുപോലും അറിയാത്ത സഭകൾക്കുവേണ്ടി, കണ്ടിട്ടില്ലാത്ത രാഷ്ട്രങ്ങൾക്കുവേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കും. പലപ്പോഴും ഒരു ഗ്ലോബ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് രാഷ്ട്രങ്ങൾക്കായി യേശുവേ എന്ന് കരയുന്ന അദ്ദേഹത്തെ ഭാര്യ കണ്ടിട്ടുണ്ട്. കറങ്ങുന്ന ലോകത്തെ ഓർത്ത് കരയുന്ന വൃദ്ധൻ. അദ്ദേഹം മക്കളോട് പറയുമായിരുന്നു, അപ്പൻ നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അപ്പൻ രാഷ്ട്രങ്ങളെ ഊട്ടുകയാണെന്നാണ്. അർദ്ധരാത്രിയെ അദ്ദേഹം കർത്താവിന്റെ ഷിഫ്റ്റ് എന്ന് വിളിച്ചു. രാത്രി തന്റേതാണെന്നാണ് സാത്താൻ കരുതുന്നത്, എന്നാൽ ഒരാൾ ഇപ്പോഴും ഉണർന്നിരിപ്പുണ്ടെന്ന് അവൻ അറിയണം. അർദ്ധരാത്രി മുതൽ പുലർച്ചെ 5 മണിവരെ അദ്ദേഹത്തിന്റെ മുറിയിലെ വെളിച്ചം ഒരു വിളക്കുമാടം പോലെ കത്തിനിൽക്കും. അദ്ദേഹത്തിന്റെ കണ്ണുനീർ ഒരായുധം പോലെയായിരുന്നു. സുഖത്തിനു വേണ്ടിയല്ല, പാപബോധത്തിനു വേണ്ടിയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. പ്രസംഗം കേട്ട് കൈയടിക്കുന്ന 10,000 പേരേക്കാൾ പാവത്തെക്കുറിച്ചോർത്ത് കരയുന്ന 10 പേരുള്ള ഒരു സഭയാണ് എനിക്കിഷ്ടം എന്നദ്ദേഹം പറഞ്ഞു.
അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാമുറിയിൽ കയറുന്നവർക്ക് തോന്നും മിന്നലിന്റെ അടുത്താണ് നിൽക്കുന്നതെന്ന്. കീത്ത് ഗ്രീൻ എന്ന യുവസംഗീതജ്ഞനും ഡേവിഡ് വിൽക്കേഴ്ഷൻ എന്ന തെരുവു പ്രസംഗകനും അദ്ദേഹത്തിന്റെ അഗ്നിയുലയിൽ കടന്നുവന്നപ്പോൾ ചരിത്രം മാറി. ലിയനാർഡ് കീത്തിനോട് പറഞ്ഞു, കീത്ത്, നീ ജീവിക്കാത്ത കാര്യങ്ങൾ പാടരുത്. കണ്ണുനീർ ഉണങ്ങുമ്പോൾ തീയുമണഞ്ഞുപോകും. വിൽക്കേഴ്സനോട് അദ്ദേഹം പറഞ്ഞു, ആത്മാക്കൾക്കായി കരയുന്നതെന്നാണോ നീ നിർത്തുന്നത്, അന്നു നീ അവരെ നേടുന്നതും നിർത്തും. വാർദ്ധക്യം അദ്ദേഹത്തെ തളർത്തി. സന്ധിവാതം ശരീരത്തെ വളച്ചു. എങ്കിലും അദ്ദേഹം അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുമായിരുന്നു. വിശ്രമിക്കാൻ പറഞ്ഞ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു, ഉണർവു കാണുമ്പോൾ ഞാൻ വിശ്രമിച്ചുകൊള്ളാം. 1994 നവംബർ 27 ലിയനാർഡ് റാവൻഹിൽ താൻ ജീവിതകാലം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരുന്ന ആളെ നേരിൽ കാണാൻ യാത്രയായി. ബൈബിൾ തുറന്നുവെച്ച് കയ്യിൽ പേനയുമായി സങ്കീർത്തനം 85:6 വചനത്തിന് താഴെ വരച്ചുകൊണ്ട് അദ്ദേഹം മരിച്ചു. നിന്റെ ജനം നിന്നിൽ സന്തോഷിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ എന്ന്. പ്രിയരെ, അദ്ദേഹം നമുക്കുവേണ്ടി പ്രാർത്ഥിച്ചത് 40 വർഷമാണ്. നമുക്ക് 10 മിനിറ്റ് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ആഴ്ചകളോളം ഉപവസിച്ചു. നമുക്കൊരു ഉച്ചഭക്ഷണം പോലും ഒഴിവാക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എല്ലാവർക്കും എന്റെ പുതപ്പ് മതി, എന്നാൽ ആർക്കും എന്റെ മുട്ടുപായ വേണ്ട. ഇപ്പോൾ ചോദ്യമിതാണ്, ഈ തലമുറയിൽ ആ വില കൊടുക്കാൻ ആരാണ് തയ്യാറ്? ഉണർവെന്നതൊരു പരിപാടിയല്ല, അതൊരു കൈമാറ്റമാണ്. തന്നെത്തന്നെ പൂർണ്ണമായി കൊടുക്കുന്നവന് ദൈവം തന്നെത്തന്നെ പൂർണ്ണമായി നൽകുന്നു. ചരിത്രം നോക്കി നിൽക്കരുത്, ചരിത്രം സൃഷ്ടിക്കണം. നിങ്ങളുടെ ഉല കണ്ടെത്തുക, വാതിലടയ്ക്കുക. എന്നിട്ട് ഈ അപകടകരമായ പ്രാർത്ഥന ചൊല്ലുക, കർത്താവേ, എന്നെ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം എന്നെ ഉടയ്ക്കണമേ. കർത്താവേ, ഉണർവയക്കണമേ, ഞങ്ങൾ കാത്തിരിക്കുന്നു. ഓർക്കുക, കോൺഫറൻസുകളോ ക്രൂസേഡുകളോ അല്ല രാഷ്ട്രങ്ങളെ വിറപ്പിക്കുന്നത്. ലോകം കത്തുമ്പോൾ ഉറങ്ങാൻ കൂട്ടാക്കാത്ത ഒരു മനുഷ്യൻ മുട്ടുകുത്തുമ്പോഴാണ് രാഷ്ട്രങ്ങൾ വിറയ്ക്കുന്നത്. ആ ഒരു ഹൃദയത്തിൽ നിന്ന് ഉണർവ് തുടങ്ങട്ടെ.